എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രേണുവിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ്. അത് മാത്രമല്ല, എനിക്ക് സന്തോഷം നൽകിയ ചില കാര്യങ്ങളുമുണ്ട്, അതോടൊപ്പം തന്നെ സങ്കടം നൽകിയ ചില കാര്യങ്ങളുമുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാനായിട്ട് പോകുന്നത്. വീഡിയോ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യുക. കാരണം അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീഡിയോ ആർക്കും ഇഷ്ടമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും പറയുന്നത് ഞാൻ മറുകണ്ഠം ചാടി, ഞാൻ നിലപാടില്ലാത്തവനാണ്, ഞാൻ വൃത്തികെട്ടവനാണ്, അത് മാത്രവുമല്ല ഞാൻ ഇന്ന് ചീവീടിന്റെ സൗണ്ട് ഉള്ളവനാണ്, ഞാൻ എന്താ പറയുക, ഈ പറയുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്ത അന്ന് തൊട്ടാണ് ഈ ഒരു വർത്തമാനം ഞാൻ കേൾക്കേണ്ടതായിട്ട് വന്നത്. ഞാൻ നിലപാടില്ലാത്തവനാണെന്നും എന്റെ വോയിസ് ചീവീടിന്റെ സൗണ്ട് ആണ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇതിനു മുമ്പ് ഞാൻ രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇട്ട സമയത്തൊക്കെ അവർക്കത് നല്ലതായിരുന്നു. ഇന്ന് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ രോഗാവസ്ഥയിൽ അവരെ ചേർത്ത് പിടിച്ചപ്പോൾ എന്റെ സൗണ്ട് അവർക്ക് കൊള്ളത്തില്ല, ഞാൻ നിലപാടില്ലാത്തവനായി, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം. എടാ, നിനക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നീ രേണുവിനെ താങ്ങി നടക്കുന്നു, പോടാ. ഞാൻ റീച്ചിന് വേണ്ടി രേണുവിനെ താങ്ങി നടക്കുന്നു. എനിക്ക് രേണുവിനെ കുറ്റം പറഞ്ഞാൽ പോരെ? എനിക്ക് ഇഷ്ടം പോലെ റീച്ച് കിട്ടത്തില്ലേ? ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളതല്ലേ? അറിയുന്ന പ്രേക്ഷകർക്കറിയാം, എനിക്ക് മനസ്സെന്ന് പറയുന്ന ഒന്നുണ്ട്. ഞാൻ രേണുവിന്റെ രോഗാവസ്ഥയിൽ അവർ പറയുന്നത് കള്ളമല്ല, അവർക്ക് ആ രോഗം പിടിപെട്ടതാണ്, അവർക്ക് അങ്ങനെ ഒരു രോഗമുണ്ട്, അത് മാത്രമല്ല അവർ ഇത്രയും രൂപയുടെ മരുന്നാണ് എടുക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടും എന്റെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു പേഷ്യന്റ് ഉള്ളത് കൊണ്ടും ഞാൻ അവരെ ചേർത്ത് പിടിച്ചു, ഇനിയും ചേർത്ത് പിടിക്കും. അവർ തെറ്റ് കാണിച്ചാൽ ഞാൻ അത് ചൂണ്ടിക്കാണിക്കും. അത് ഞാനൊരു ഒരു ഒരു എന്റെ മനസ്സിലൊരു മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കും. പിന്നെ നീ മറുകണ്ഠം ചാടിയവനാണെന്നോ നീ എന്താണെന്ന് എന്നോട് പറഞ്ഞാലും ഓക്കെ, ഞാൻ അങ്ങ് അംഗീകരിച്ചു. ഓക്കെ, അടുത്തൊരു കമന്റ് നിങ്ങൾ കാണണം. ഞാൻ രേണുവിന്റെ ആ ബില്ലൊക്കെ വെച്ച് വീഡിയോ ഇട്ട സമയത്ത് അതിന്റെ താഴെ വന്നൊരു കമന്റ് ആണ്. ഇന്നലെ ഇവനിട്ട വീഡിയോയിലെ ബില്ലിൽ രേഷ്മ പി തങ്കച്ചൻ എന്നിട്ട ബില്ലിൽ രേഷ്മ പി തൊങ്കോച്ചൻ എന്നാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. അതായത് പിന്നെയും പറയുകയാണ് ഇവര്, അതിനകത്ത് തങ്കച്ചൻ എന്നുള്ളത് തൊങ്കച്ചൻ എന്നാണെന്ന് എഴുതിയിരിക്കുന്നതാണ്. അതായത് എങ്ങനെയെങ്കിലും അവർക്ക് കിട്ടുന്ന സഹായങ്ങൾ കിട്ടാതിരിക്കണം, അതാണ് ഇവരുടെ ഉദ്ദേശം. ഓക്കെ, അടുത്ത ഒരു കമന്റ്. നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, പക്ഷേ ഇനി കാണാൻ താല്പര്യമില്ല, കാരണം ഇപ്പോൾ ഒരു നിലവാരവുമില്ല. എന്തുകൊണ്ടാണ് നിലവാരമില്ല എന്ന് പറയുന്നത്? കാരണം മനസ്സിലായല്ലോ. ഞാനിപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതാണ് ഞാൻ നിലവാരമില്ലാത്തവനായി മാറിയത്. അടുത്തത്, അനീഷ് നിനക്ക് ഒരു നിലപാടുമില്ല, നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് സ്വയം ചിന്തിക്കൂ. ചിന്തിക്കുന്നുണ്ട് ബ്രോ, ചിന്തിക്കുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നുണ്ടല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല നല്ല കമന്റുകളും ഉണ്ട് കേട്ടോ. പിന്നെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് രേണുവിനെ കുറ്റം പറഞ്ഞ സമയത്ത് വന്ന കുറെ ആൾക്കാർ എന്നെ അൺഫോളോ ചെയ്തു പോയ സമയത്ത് ഞാൻ പറയുന്നത് സത്യമാണ്, എന്നിൽ ഒരു നന്മയുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോകുന്നതിനെക്കാട്ടിലും ഇരട്ടി ആൾക്കാർ എന്നിലേക്ക് തിരിച്ചെത്തിയിരുന്നു. അങ്ങനെ എത്തിയ കുറെ പേരുടെ കമന്റുകളിലൂടെ എന്നെ സന്തോഷപ്പെടുത്തി. അവർ പറഞ്ഞ കാര്യം ഇതാണ്: ബ്രോ, ഒരാളുടെ വിഷമ സമയത്ത് ചേർത്ത് നിൽക്കാൻ നല്ല മനസ്സ്. രേണുവിന്റെ ഈ അവസ്ഥയിൽ രേണുവിന് വേണ്ടി സംസാരിച്ച ബ്രോ, പടച്ചവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും, അസുഖം മാറി രേണു പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നല്ല നല്ല കമന്റുകളും ഉണ്ട്. കുറെ കമന്റുകൾ, അങ്ങനത്തെ കമന്റുകളൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുകയും ഞാൻ പറഞ്ഞത് നല്ലതാണ്, ഈ ഒരു അവസ്ഥയിൽ രേണുവിനെ ചേർത്ത് പിടിച്ചത് നല്ല കാര്യമെന്ന് പറയുന്ന നിരവധി ആൾക്കാരുമുണ്ട്. പിന്നെ ചിലരൊക്കെ ഇട്ട കമന്റുകൾ ഇത് കണ്ടോണം: അനീഷിനെ എല്ലാവരും അൺസബ് ചെയ്താൽ ഇവന്റെ പ്രോബ്ലം തീരും. അതായത് എന്നെ അൺസബ് ചെയ്യാൻ വേണ്ടി എന്റെ കമന്റ് ബോക്സിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ജനങ്ങളെ. ഓക്കെ, അങ്ങനെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ രേണുവിന്റെ രണ്ടാമത്തെ കീമോയ്ക്ക് ചെന്ന് കീമോ ചെയ്ത സമയം മുതൽ 9-ാം തീയതി പോയി തിരുവനന്തപുരത്ത് പോയി ആ 2 ലക്ഷത്തിന്റെ മരുന്ന് മേടിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം 10-ാം തീയതി വെളുപ്പിനെ മരുന്നും കൊണ്ട് പോയി കീമോയ്ക്ക് പോയ രേണു കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം അവർ നേരിട്ട ആ ഒരു ബുദ്ധിമുട്ട്, അവർക്കെതിരെ പലവിധ ക്യാൻസർ രോഗികൾ എന്ന് പറയുന്ന പലരെ കൊണ്ട് വോയിസ് ഇടിയിച്ച് അവർക്ക് രോഗമില്ല, ഇങ്ങനെ ഒരു രോഗമില്ല എന്ന് പറഞ്ഞ് അവരുടെ അവസ്ഥയെ അതുപോലെ ദ്രോഹിച്ചവർക്ക് വേണ്ടി ആ സിസ്റ്റർ, ഈ രേണുവിന്റെ സിസ്റ്റർ, ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ അവർ ഒരു ബില്ല് കാണിച്ചതായിരുന്നു പിന്നെ എല്ലാവരുടെയും വിഷയം. തുടർന്ന് അവർ ആ ബില്ല് കാണിച്ചു, അതായിരുന്നു പിന്നത്തെ പ്രശ്നം. ഓക്കെ, ആ ബില്ലിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് രേണുവിന്റെ രോഗത്തിനെ കുറിച്ച് പറയാം. അന്ന് രേണുവിന്റെ ചേച്ചി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രേണുവിന് ഛർദില്, അതോടൊപ്പം തന്നെ ലൂസ് മോഷൻ തുടങ്ങി ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുകയും പിന്നെ ഇവർ വണ്ടി വിളിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഐസിയുലാണ് ഇപ്പൊ ഈ പറയുന്ന രേണുസുതി. വളരെ സങ്കടത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. ഇവിടെ ആ ബില്ല് വ്യാജമാണെന്നും 2 ലക്ഷത്തിന്റെ രൂപയുടെ വിലയില്ല ആ മരുന്നിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും ആ കുടുംബത്തെ സഹായിക്കുന്നവരുടെ സഹായവും നിർത്തിക്കളഞ്ഞ കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ അത് ഞാനൊന്നും പറയുന്നില്ല, അവിടെ കിടക്കട്ടെ. എന്തായാലും പിന്നെ ഇപ്പോഴത്തെ ഈ രേണുവിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഈ സഹോദരിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, രേണുവിന്റെ സഹോദരി എല്ലാം പിടിച്ചു മേടിക്കാൻ വേണ്ടി, രേണുവിന്റെ കയ്യിൽ നിന്ന് വസ്തുവും ആ വീടും ഒക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടിയാണ് സഹോദരി കൂടെ നിൽക്കുന്നതെന്നാണ് നിങ്ങളിൽ പലരും കമന്റ് ഇടുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു സഹോദരിയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. സ്വന്തം ജോലി സഹോദരിക്ക് വേണ്ടി കളഞ്ഞിട്ട് കൂടെ നിന്ന് ആ ഒരു രേണുവിനെ പരിചരിക്കുകയാണ് ആ സ്ത്രീ. ഇപ്പം ഐസിയുവിന്റെ വാതിക്കല് ആ കൊച്ചിന് വേണ്ടി ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടും ആ കൊച്ചിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ചു കൊടുത്തുകൊണ്ടും ആ സഹോദരി അവിടെ കാത്തിരിക്കുകയാണ് രേണുവിന്റെ തിരിച്ചുവരവിന് വേണ്ടി. കമന്റ് ഇടുന്നവർക്കും ഈ പറയുന്ന രേണുവിനെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ രോഗാവസ്ഥയെ കടന്ന് കുത്തി നോവിക്കുമ്പോഴും ഈ സഹോദരിയെ കുത്തി നോവിക്കുമ്പോഴും ആ കുടുംബത്തിന്റെ വേദന കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ ഇതിലൂടെ പറയുകയാണ്. കാരണം സഹോദര സ്നേഹം ഇല്ലാത്ത വീടുകൾ എത്ര അധികം ഉണ്ടെന്നറിയാമോ? ഇതുപോലെ ഒരു സഹോദരിമാരും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ കണ്ടതിൽ വെച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ ചേട്ടത്തിക്ക് ക്യാൻസർ ആണെന്നുള്ള വിവരം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അതറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യ ഇപ്പോൾ എന്റെ കൂടെ ഇല്ല. ആ ചേച്ചിയെ പരിചരിക്കാൻ വേണ്ടി ആ ചേച്ചിയുടെ കൂടെ നിന്നുകൊണ്ട് ജോലി പോലും ഇല്ലാതെ ആ ചേച്ചിയുടെ കൂടെ നിന്ന് പരിചരിക്കുകയാണ്. അല്ലാതെ തട്ടിയെടുക്കാനോ അല്ലാതെ അവരുടെ ഒന്നും പിടിച്ചെടുക്കാനോ അല്ല. അതൊരു സഹോദര സ്നേഹമാണ്. എന്റെ സഹോദരിയെ തിരിച്ചെന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അതെന്റെ ബ്ലഡാണ്, അത് മാത്രമേ ഉള്ളൂ എനിക്ക്, അതിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രേണുവിന്റെ കൂടെ നിന്ന് ആ രോഗത്തെ പോരാടുന്ന ആ സഹോദരിയാണ് ആ സഹോദരി. സഹോദരിമാര് ഉള്ളവര് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നവർ കമന്റ് ഇട്. ഞാൻ പറയുന്നത് ചീവീടിന്റെ സൗണ്ട് ആണെന്നും ഞാൻ കൊള്ളരുതാത്തവനാണെന്നും ഞാൻ വൃത്തികെട്ടവനാണെന്നും ഞാൻ നിലപാടില്ലാത്തവനാണെന്നും പറയുന്നവർക്കൊക്കെ എന്റെ ചാനലിൽ നിന്ന് പോകാം. ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുന്നവർ നിങ്ങൾ കമന്റ് ഇട്. രേണുവിന്റെ ഈ അവസ്ഥയിൽ പോലും അവരെ കുത്തി നോവിക്കുന്ന കഴുകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നല്ലൊരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് ആ പറയുന്ന രേണു എന്ന് പറയുന്ന സഹോദരി കടന്നു പോകുന്നത്. 32 കിലോ മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. എന്ത് കഴിച്ചാലും ഛർദ്ദിച്ചു പോവുകയാണ്. ഒരു ഭക്ഷണം വായിലോട്ട് വെക്കാൻ പറ്റത്തില്ല, അപ്പൊ തന്നെ ഛർദിലാണ്. എടാ, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച നീയൊക്കെ കൊണ്ടുപോയി എവിടെ അതിന്റെ പാവം കഴുകി തീർക്കും? ഒരു പെണ്ണുമ്പിള്ളയുണ്ട് എപ്പോഴും ഈ പറയുന്ന രേണുവിനെ വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം അവർ വലിയ വാചം അടിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ബില്ലിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന്. പക്ഷെ അവർ കൊടുത്ത തമ്പിലയും പോലും എന്തായിരുന്നു? വടച്ചേച്ചിയും വ്യാജ ബില്ലും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ? എന്നിട്ട് അവർ കടന്ന വലിയ ന്യായീകരണം പറയുകയാണ്. അവരൊക്കെ വലിയ നിലപാടുള്ളവരാണെന്നാണ് പലരും പറയുന്നത്. ആണോ? ആണെങ്കിൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് സന്തോഷം നൽകിയ ഒരു കാര്യമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവും അതോടൊപ്പം തന്നെ മനു, ഇവർ രണ്ടുപേരൂടെ ഈ പറയുന്ന SIT ഹോസ്പിറ്റലിന്റെ ഇവിടെ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവര് അവിടെ പോയി കാര്യങ്ങൾ തിരക്കി. ആ ബില്ല് സത്യമാണ് എന്ന് അവർ പുറം ലോകത്തെ അറിയിച്ചു. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവര് കാരണം അവർക്ക് കിട്ടുന്ന ഒരു പ്രാർത്ഥന, അവർക്ക് കിട്ടുന്ന സഹായം അത് തുടർന്ന് കിട്ടും എന്നുള്ളത് ഓർത്ത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഈ അവസ്ഥയിൽ അവർക്ക് പൈസയ്ക്ക് ചെലവില്ല എന്നും ഈ അവസ്ഥയിൽ അവർക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്നും പലരും പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബില്ലെല്ലാം ഫേക്കാണ്, എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുണ്ടാക്കിയവരുടെ മുമ്പിൽ ഇവർ ആ തെളിവ് കൊണ്ടുവച്ചപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണത്തില്ല. കാരണം രേണുവിന്റെ കുറ്റമല്ലല്ലോ പറയുന്നത്, അതുകൊണ്ട് കാണാൻ ആരും കാണത്തില്ല. പക്ഷെ ഇപ്പോൾ അവരൊക്കെ ഈ രേണുവിനെ വിമർശിച്ച് നിൽക്കുന്നത് ഈ സമയത്ത് അവര് ഇങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ വീഡിയോ ഒരു 10,000 പേരല്ലെങ്കിൽ ഒരു 20,000 അല്ലെങ്കിൽ ഒരു 30,000 പേരെങ്കിലും കാണും. അതെടുത്ത് റിയാക്ട് ചെയ്യുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. അങ്ങനെയെങ്കിലും നാടറിയട്ടെ, നാട്ടാരറിയട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. എന്തായാലും മനു പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം.
ആണോ എന്നൊരു സംശയം തോന്നി. ഞാൻ പലയിടത്തും അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉഡായിപ്പാണ്, ഇങ്ങനൊരു ബില്ലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എഡിറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ടോ എന്നൊരു സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. എനിക്കങ്ങനെ സംശയം തോന്നാനുള്ള കാരണം ഇതിന് മുൻകാലങ്ങളിൽ ഈ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ള കള്ളത്തരങ്ങളും രേണു പറഞ്ഞിട്ട് മാറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു, ആദ്യത്തെ ഭർത്താവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. ഇങ്ങനെ മുൻകാലങ്ങളിൽ രേണുവിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ചില പക്ഷെ ഒരു കാര്യമുണ്ട്, മുൻകാലങ്ങളിൽ അവര് ഇതുപോലെയുള്ള പല കള്ളങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്, സത്യം തന്നെ, ഞാൻ അതൊക്കെ എടുത്ത് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ രോഗത്തിന്റെ അവസ്ഥയെ വെച്ച് അവർ കള്ളം പറയുമോ? അവർ മേടിച്ച ബില്ലിനെ വെച്ച് അവർ കള്ളം പറയുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റർ എന്ന് പറയുന്ന ഈ രമ്യ, അവരൊരു നേഴ്സാണ്. അവരൊരിക്കലും കള്ളം പറയുമോ? കാരണം അവരുടെ ആ എത്തിക്സിന് ചേർന്നതല്ല അത്. അവരത് കള്ളം പറയില്ല. കള്ളം പറഞ്ഞാൽ ആരോഗ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ നേരിട്ട് കേസെടുക്കാവുന്ന കാര്യമാണ്. ഇപ്പൊ ഈ പറയുന്ന രേണുവിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത് പോലും മനുഷ്യാവകാശ കമ്മീഷന് നേരിട്ട് കേസെടുക്കാവുന്ന കാര്യങ്ങളാണ്. കുറെ പേര് കിടന്ന് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അറിയാമോ? ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനകത്ത് ഒരു ഫോർജറിക്കുള്ള സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചത്. അത് മാത്രമല്ല, ഈ രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺട്രവേഴ്സി തീർക്കാനായിട്ട് രേണുവിൻ്റെ ചേച്ചി ഈ ബില്ല് പബ്ലിഷ് ചെയ്തപ്പോഴത്തേനും ഒരു സൈഡ് പൊത്തിപ്പിടിച്ചിട്ടാണ് കാണിച്ചത്. അതായത് വൈറ്റൽ ഇൻഫർമേഷൻ പൊത്തിപ്പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. സോ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള, അതായത് ഈ പൊത്തിപ്പിടിക്കാത്ത ഭാഗം കാണാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അനീഷ് വ്ലോഗിൻ്റെ ചാനലിലൂടെ, സീക്രട്ട് ഏജൻ്റെ ചാനലിലൂടെ ഒക്കെ ഞാൻ കണ്ടപ്പോഴത്തേനും ഈ ബില്ലിൻ്റെ ഈ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഞാൻ കണ്ടു. പൂർണ്ണമായിട്ടുള്ള ഭാഗം കണ്ടപ്പോഴത്തേനും പല കോൺട്രവേഴ്സികൾ എന്നിട്ടും പരക്കുന്നുണ്ട്. ബിച്ചുവിൻ്റെ ചാനലിലൂടെ ഈ ഒരു ഫാർമസിയിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് അവിടെ. പിന്നെ വേറൊരു കാര്യം കൂടി ഇപ്പൊ പരക്കുന്നുണ്ട് കേട്ടോ. ഈ ബില്ല് ചുരുട്ടിയിരിക്കുന്നു, ചുരുട്ടി വെച്ചിരിക്കുന്ന ബില്ല്, അതും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ചുരുട്ടാത്ത ബില്ലും ചുരുട്ടിയ ബില്ലും കൂടെ കാണിച്ചു തരാം കേട്ടോ. സമ്മതിക്കണോടാ ഇതിനെയൊക്കെ. മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ അങ്ങനെ ഒരു മെഡിസിൻ സെല്ല് ചെയ്തിട്ടേ ഇല്ല എന്നൊരു ഇൻഫർമേഷനാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവ്യക്തത പരക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും ദേവും കൂടെ നമുക്ക് നേരിട്ട് അവിടെ പോയി തിരക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്നു. നേരിട്ട് അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ ബില്ല് ഒറിജിനലാണ് എന്നൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. ഈ ബില്ല് ഒറിജിനലാണ്. ഈ മെഡിസിൻ്റെ ശരിയായിട്ടുള്ള പ്രൈസ് 2,57,000 തന്നെയാണ്. അത് ഡിസ്കൗണ്ട് റേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 2,02,628 രൂപ 50 പൈസയ്ക്കാണ് മേടിച്ചത്. ഇത് ആ ഫാർമസിയിൽ നിന്ന് തന്നെ ഇഷ്യൂ ആയിട്ടുള്ള ബില്ലാണ്. ഈ ബില്ല് പ്രൊവൈഡ് ചെയ്ത സ്റ്റാഫിനെ ഞങ്ങൾ കണ്ടു. അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേനും അവരാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്തത്, അവരാണ് ഇതിൻ്റെ താഴെ സൈൻ ചെയ്തിരിക്കുന്നതല്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേനും അവരും അത് വെരിഫൈ ചെയ്തു. ഈ ബില്ല് ഇവിടെ തന്നെ വാങ്ങിയതാണ്. 2,57,000 രൂപയാണ് അതിൻ്റെ MRP റേറ്റ്. അതിൽ നിന്നും ചില ഡിസ്കൗണ്ടുകൾ ആഡ് ആയിട്ടാണ് ഈ 2,02,000 സംതിങ് റുപ്പീസിന് ഇത്. എന്തായാലും മനുവും അതോടൊപ്പം തന്നെ ദേവും പോയി ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് അവർക്ക് എന്താ പറയാ, അവർക്ക് ഇന്ന് നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ പിന്നെയും ആ കുടുംബത്തെയും ഇപ്പോൾ രോഗശൈലിയിൽ വളരെ ബുദ്ധിമുട്ടോട് കഴിയുന്ന രേണുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടും അവർക്ക് കിട്ടേണ്ട ഒരു പ്രാർത്ഥന പോലും മുടക്കുകയും അവർക്ക് കിട്ടേണ്ട സഹായം ആരൊക്കെ സഹായിക്കുന്നുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്നവർ മാത്രം അവരെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലും മുടക്കുന്നവരെയും പിന്തിരിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന വീഡിയോ ആർക്കും കേൾക്കണമെന്നില്ല, കാരണം ഞാൻ രേണുവിന്റെ കുറ്റമല്ല പറയുന്നത്. ഈ സമയത്ത് ഞാൻ രേണുവിനെ കുത്തി നോവിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കൊള്ളരുതാത്തവൻ, ഞാൻ വൃത്തികെട്ടവൻ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇനിയും ഈ മനുവിനെയും ദേവുവിനെയും ഒക്കെ എന്ത് പറയുമെന്ന് അറിയത്തില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് എന്തെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ അവസ്ഥയിൽ രേണുവിന്റെ കൂടെ തന്നെയാണ്. അത് മറുകണ്ഠം ചാടിയെന്നോ നിലപാടില്ലാത്തവനെന്നോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. എന്തായാലും രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബിഷപ്പ് പറയുന്ന കാര്യം ഒന്ന് കേട്ടുപോയി. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് ചിന്തിക്കാവും. പലരും പറയുന്നു ഫേക്കാന്ന് പറയുന്നു. അതിനെപ്പറ്റിയുള്ള അച്ഛന്റെ മനസ്സിലല്ലേ, അച്ഛൻ കണ്ടത് വെച്ചിട്ട് അച്ഛൻ എന്താണ് തോന്നുന്നത്? രേണുസുതിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് പറയുന്നത്. രേണുസുതി നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. സുഖമില്ലാത്ത കീമോ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടായിരുന്ന രേണുസുതിയുടെ പിതാവും മാതാവും എന്നോട് വന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് രേണുസുതിക്ക് വേണ്ടിയിട്ട്. രേണുസുതിയുടെ ആരോഗ്യസ്ഥിതി വളരെ ക്ഷീണാവസ്ഥയിലാണ്. അതായത് ഈ സെക്കൻഡ് കീമോ കഴിഞ്ഞതിന് ശേഷം രേണുസുതി നല്ല ക്ഷീണാവസ്ഥയിലാണ്. പിന്നെ ദൈവം അവരെ സൗഖ്യമാക്കാൻ വേണ്ടി, അവരെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാനും രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രേണുസുതിയെ ദൈവം സൗഖ്യമാക്കട്ടെ. രേണുസുതിക്ക് ബലവും ആരോഗ്യവും ആയുസ്സും ദൈവം കൊടുക്കട്ടെ. ഋതപ്പൻ്റെ മാതാവായിട്ട് രാഹുൽ ദാസിൻ്റെ വളർത്തമ്മയായിട്ട് അവർ മടങ്ങി വരട്ടെ, ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, ആരോഗ്യത്തോടെ കഴിവുള്ളവളായിട്ട് മടങ്ങി വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിലവിൽ അവർ സുഖമില്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ.